നിങ്ങളൊരു ഓപ്ഷൻ ബയർ ആണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള പൊസിഷൻ സൈസിങ് കീപ്പ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഇതിലാണ് നമ്മളും നിങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുള്ളത്. ഞാൻ എൻ്റെ ക്യാപിറ്റലിൻ്റെ 5% മാത്രമേ ഓപ്ഷൻ ബൈക്ക് ഉപയോഗിക്കുന്നുള്ളൂ. ഏത് ക്യാപിറ്റലിൻ്റെ? മാനുവലി ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന 10% ക്യാപിറ്റലിൻ്റെ 5%. അതായത് ഞാൻ 10 ലക്ഷം രൂപയ്ക്ക് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിൽ വെറും 50,000 രൂപ മാത്രമേ ഞാൻ ഓപ്ഷൻ ബൈക്ക് എൻ്റെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഇടുകയുള്ളൂ. ഇറ്റ് മീൻസ് എൻ്റെ ഒരു ദിവസത്തെ റിസ്ക് എന്ന് പറയുന്നത് ആ പറയുന്ന 5%. എന്നിട്ട് ഞാൻ രാവിലെ എപ്പോഴും ചാടിക്കേറി ഓപ്ഷൻ ബൈ ചെയ്യാറില്ല. എനിക്കൊരു വ്യൂ ഉണ്ട്, എനിക്ക് കൃത്യമായിട്ടുള്ള റെസിസ്റ്റൻസ് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, കറക്റ്റായിട്ടുള്ളൊരു വ്യൂ ഉണ്ടെങ്കിൽ പോലും ഞാൻ പലപ്പോഴും രാവിലെ 1 ക്വാണ്ടിറ്റിയോ 2 ക്വാണ്ടിറ്റിയോ മാത്രം ചെയ്യും. അതിനുശേഷം മാർക്കറ്റ് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ കൃത്യമായിട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ പോകുന്ന വഴിക്ക് മാർക്കറ്റ് പ്രോഫിറ്റ് തരുന്ന വഴിക്ക് ഞാൻ എന്ത് ചെയ്യും? ഈ പറഞ്ഞ പൊസിഷൻസ് കൂടുതലായിട്ട് ആഡ് ചെയ്ത് ആ ട്രെൻഡ് മുഴുവനായിട്ട് ക്യാപ്ചർ ചെയ്യാനായിട്ട് ശ്രമിക്കും.